ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വചനം പഠിക്കുവാൻ വേണ്ടി നമുക്കൊരുമിച്ച് സഭയായിട്ട് കടന്നു വരുവാൻ കർത്താവ് തന്ന അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് ജനുവരി മാസം 16-ാം തീയതി ആയിരുന്നു. ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും വചനം പഠിക്കുവാൻ വേണ്ടി നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത്. വചനത്തെ സ്നേഹിക്കുകയും ക്രമീകൃതമായിട്ട് പഠിക്കുന്ന ഒരു കൂട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുകയും വചനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ചെറിയൊരു കൂട്ടമാണെങ്കിലും ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ആ എഫേർട്ടിനെ കർത്താവ് മാനിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ മശിഹ സങ്കീർത്തനം ഇവിടെയുള്ള AG ചർച്ച് മീഡിയ അവരാവശ്യപ്പെട്ടതനുസരിച്ച് അതിൻ്റെ ഒരു പരമ്പര, ഒരു സീരീസ് അവർ റെക്കോർഡ് ചെയ്യുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ വിഷയം ഒന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ ഇൻട്രൊഡക്ടറി സെഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് മശിഹ സങ്കീർത്തനത്തെ മാത്രം ആധാരമാക്കിയുള്ള ഒരു സീരീസാണ്. അവരുടെ ആവശ്യമനുസരിച്ച് അത് അവർക്ക് നൽകുവാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് അത് പ്രിപ്പയർ ചെയ്ത് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞു. തുടർന്നുള്ള സെഷൻസിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നാം മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുള്ള ഉപമകളെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ സെഷനിൽ നമ്മൾ ഉപമകൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് നാം ഒരു ഉപമ അതിൽ നിന്നും നാം എടുത്ത് അത് വളരെ വിശദമായിട്ട് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് 13-ാം അധ്യായത്തിലെ തന്നെ 31-ഉം 32-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമയെക്കുറിച്ചാണ്. 13-ാം അധ്യായത്തിലെ 31-ഉം 32-ഉം വാക്യങ്ങൾ. വീണ്ടും ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ നമ്മെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന ഒരു വാക്യം വീണ്ടും ഞാനൊന്ന് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലെ അവസാന ഭാഗം. അവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഐ വിൽ ലുക്ക് അൺ ടു ദ വൺ ഹു ട്രംബിൾസ് അറ്റ് മൈ വേർഡ്. അത് എന്നെ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വചനത്തിന് മുൻപാകെ ഒരിക്കലും ഒരു ലഘുവായിട്ട് കണക്കിട്ട് നാം ഇരിക്കരുത്. ദൈവവചനത്തിന് മുൻപാകെ, ജീവനുള്ള വചനത്തിന് മുൻപാകെയാണ് നാം ഇരിക്കുന്നത്. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ, അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നു, അതനുസരിക്കുവാനായിട്ട് കാതോർത്തിരിക്കുന്നു എന്നൊരു ഭാവത്തോടുകൂടെ, ഭക്തിയോടുകൂടെയുള്ള ഭയത്തോടുകൂടെ ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 31-ഉം 32-ഉം വാക്യങ്ങളൊന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ച് സഹായിച്ചാലും, ഇത് ഞാൻ പ്രാരംഭമുള്ളത് ഞാൻ വായിക്കാം. മതി. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. നാം വായിച്ച ഭാഗത്തിന്മേൽ കർത്താവ് തൻ്റെ അനുഗ്രഹം നൽകട്ടെ. അവൻ ഇമ്പമായ സ്വരം മാത്രം കേൾക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഈ ഉപമ തന്നെ മറ്റ് 2 സിനോപ്റ്റിക് ഗോസ്പൽസിൽ, അതായത് മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. മർക്കോസ് 4-30 മുതൽ 32 വരെക്കുള്ള വാക്യങ്ങളിൽ ഈ ഉപമയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഈ ഉപമ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സിനോപ്റ്റിക് ഗോസ്പൽ ആയിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളിലും ഈ ഉപമയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്,
ചില ഉപമകൾ പരസ്യമായിട്ട് ജനാവലിയുടെ മുൻപാകെ കർത്താവ് അത് പങ്കുവച്ചു. എന്നാൽ അതിൻ്റെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള ആത്മീയ അർത്ഥങ്ങൾ ശിഷ്യന്മാരുമായിട്ട് മാത്രം പങ്കുവെക്കുന്ന രംഗവും നാം കാണുന്നുണ്ട്. അതാണല്ലോ കഴിഞ്ഞ വിത്ത് വിതയ്ക്കുന്നവനെ കുറിച്ചുള്ള ആ ഉപമ നാം ചിന്തിച്ചപ്പോൾ ആ കാര്യം നാം ആലോചിച്ചതും ചിന്തിച്ചതും. മൾട്ടിറ്റ്യൂഡ്, വലിയൊരു ജനാവലിയുണ്ട്, അവരോട് പരസ്യമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം ശിഷ്യന്മാരുമായിട്ട് തനിയെ ആയിരിക്കുമ്പോൾ അത് കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. കാരണം അതിൻ്റെ ആത്മീകമായിട്ടും നിഗൂഢമായിട്ടുള്ള അർത്ഥങ്ങൾ ജനാവലിയോട് പങ്കുവെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത് ശിഷ്യന്മാർ അറിയണം. അതുകൊണ്ട് അവരുമായിട്ട് കർത്താവ് ഒരുമിച്ചായിരിക്കുമ്പോൾ അവർക്കത് വ്യാഖ്യാനിച്ച് അതിന് ആത്മീയ അർത്ഥങ്ങൾ കർത്താവ് നൽകി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഉപമകളെക്കുറിച്ച് നാം ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ചിലത് പരസ്യമായിട്ട് മാത്രം പങ്കുവെക്കുന്നു. അതിന് പിന്നെ വ്യാഖ്യാനമോ യാതൊരു വിധത്തിലുള്ള അർത്ഥം പറച്ചിലോ കാണുന്നില്ല. അങ്ങനെയുള്ളൊരു ഉപമയാണ് ഈ 31, 32 വാക്യത്തിൽ. അവിടെ മാത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അതും പരസ്യമായിട്ട് മൾട്ടിറ്റ്യൂഡ് ജനാവലിയോട് പങ്കുവെച്ച ഒരു ഉപമ. ഇത് നമ്മൾ മനസ്സിൽ ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ എടുത്തിട്ടാണ് അതിന് ആത്മീയ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നാം ഒരുമിച്ച് ശ്രമിക്കുന്നത്. ഒന്ന്, അവിടെ ഒരു വിത്തിനെ കുറിച്ച്, അവിടെയും ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് എ സീഡ്, ഇവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കടുകുമണി എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുകയാണ്. കടുകിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ കടുക് എന്ന് പറയുന്ന ആ സ്പൈസ് വർഗത്തിൽ പെടുന്ന ആ സീഡ് അത് എത്രയോ ചെറുതാണ്. മറ്റു 2 ഭാഗം കൂടി നമുക്കൊന്ന് ചേർത്ത് വായിച്ചാൽ അവിടെ നിന്നും ചില ഫ്രേസും പദപ്രയോഗം നമുക്കൊന്ന് പറക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ 2 ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്. അല്പം കൂടി വിശേഷം അവിടെ വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള വിത്തിലും എല്ലാ വിത്തുകളിലും ഇത് ചെറിയത്. സോ ഒന്നാമത്തെ ആത്മീയ പാഠം നാം കാണുന്നത് എ സ്മോൾ സീഡ്, ഒരു ചെറിയ ഒരു വിത്ത്, ഒരു ചെറിയ കടുകുമണി. കടുകുമണിയെക്കുറിച്ച് കർത്താവ് വേറൊരു സ്ഥലത്തൊന്ന് പരാമർശിച്ചിട്ടുണ്ട്. അത് ഓർമ്മയിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. കടുകുമണിയോളം വിശ്വാസം. അവിടെ അതിന് ആത്മീയാർത്ഥം എന്താണെന്നുള്ളതൊന്ന് ചിന്തിക്കുക. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനിച്ച് സംസാരിക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്. സോ എ സ്മോൾ തിങ്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ അതിൻ്റെ 13-ാം അധ്യായത്തിൽ തന്നെ, 13-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശ്യം? ഏതിനോട് അതിന് ഉപമിക്കേണ്ടു? ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ തോട്ടത്തിലിട്ട കടുകുമണിയോട് അത് സദൃശ്യം. അത് വളർന്ന് വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. അപ്പോൾ ഈ 3 സ്ഥലത്തും ചില വ്യത്യാസങ്ങളായിട്ട്, എന്നാൽ ആശയം ഒന്ന് തന്നെ. അപ്പോൾ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ചെറിയ ഒരു തുടക്കം, എ സ്മോൾ ബിഗിനിങ്. അതാണ് ആദ്യത്തെ ആത്മീക അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ തൻ്റെ പരസ്യ ശുശ്രൂഷയും തൻ്റെ മരണവും അടക്കപ്പെടലും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും അതെല്ലാം വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് അവസാനിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ജനനം തന്നെ നാം പലപ്പോഴും ചിന്തിക്കുന്ന വിഷയങ്ങളാണ്. തൻ്റെ ജനനത്തെക്കുറിച്ച് പരാമർശിച്ച സ്ഥലം തന്നെ ദുഷ്പേരുള്ള ഒരു സ്ഥലം.
ഒരു തച്ചന്റെ മകനായിട്ട് നമ്മുടെ കർത്താവ് തൻ്റെ ശൈശവകാലം, ബാല്യകാലം കഴിച്ചു. അതിനുശേഷമാണ് സമയമായപ്പോൾ പരസ്യ ശുശ്രൂഷയിലേക്ക് കർത്താവ് പ്രവേശിച്ചത്. എ ലോലി ലൈഫ്. നമ്മൾ ആരാധനയ്ക്ക് ചിന്ത പറയുമ്പോൾ പറയും ദ മാൻ ഓഫ് സോറോസ്. വ്യസനപാത്രമായി തീർന്ന നമ്മുടെ കർത്താവ്. ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ദ ഹ്യൂമിലിറ്റി, ദ സ്മോൾനെസ് ഓഫ് അവർ ലോർഡ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ഭാവത്തിലുള്ള താഴ്മയും വിനയവും ആ ചെറിയ തുടക്കവും. പലപ്പോഴും നാം കേട്ട ഒരു വിഷയമാണല്ലോ, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ ആ സമയത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നഗരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ നഗരങ്ങളുമായിട്ടല്ല കർത്താവ് തൻ്റെ നാമത്തെ ബന്ധിപ്പിച്ചത്. പിന്നെയോ യാതൊരു നന്മയില്ലാത്ത നസ്രേത്ത് എന്ന് പറയുന്ന ദുഷ്പേര് മാത്രം, എ പ്ലേസ് ഓഫ് ഇൽ റെപ്യൂട്ട്, ആ സ്ഥലവുമായിട്ടാണ് കർത്താവ് തന്നെ താൻ ഐഡന്റിഫൈ ചെയ്തത്. എ സ്മോൾ ബിഗിനിങ്. തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നാം എന്തുവാ കാണുന്നത്? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നു. ആരൊക്കെ തെരഞ്ഞെടുത്തത്? IIT ഗ്രാജുവേറ്റ്സ്, ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വിദ്യാഭ്യാസം ലഭിച്ച് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കുടുംബ പാരമ്പര്യവും ധനവും മറ്റു കാര്യങ്ങളും ഉള്ള ആൾക്കാരെയാണോ? ചിലരൊക്കെ പരാമർശിച്ച് പറയും യോഹന്നാനും യാക്കോബും സെബദിയുടെ മക്കള് അവർ വെറും ചെറിയ മീൻപിടുത്തക്കാരല്ലായിരുന്നു, അവർ വലിയ ഇൻഡസ്ട്രി ആയിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ മീൻപിടുത്തക്കാരായിരുന്നു. അതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാനായിട്ടില്ല. പത്രോസിനെ സംബന്ധിച്ച് എന്താണ്? യാതൊരു വിധത്തിലുള്ള ഒരു സംസ്കാരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഒരു മുക്കുവൻ. അപ്പോൾ ഓരോ ശിഷ്യന്മാരെ കുറിച്ച് അതിൽ ചിലരുണ്ട്, അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കാണും. ഇപ്പോൾ മത്തായി എന്ന് പറയുന്ന ലേവ്യനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഹി വാസ് എ ടാക്സ് കളക്ടർ. അന്നത്തെ ചുങ്കം പിടിക്കുന്നവർക്ക് അവർക്ക് സൊസൈറ്റിയിൽ എന്ത് മാന്യത ഉണ്ടായിരുന്നു? പറയാതെ തന്നെ നമുക്കറിയാം. പിടിച്ചുപറിക്കാര് എന്ന വിധത്തിലാണ് വിശേഷിപ്പിച്ചവർ. ഞാനിത് പറഞ്ഞത്, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ പൊട്ടൻഷ്യലോ അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ അരിസ്റ്റോക്രസിയോ അതൊന്നും നോക്കിയിട്ടല്ല കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. പിന്നെയോ അവരെ കർത്താവ് തിരഞ്ഞെടുത്തു തൻ്റെ സർവാധികാരത്തിൽ. ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. പത്രോസിനെ ഉപയോഗിക്കാൻ കഴിയുന്ന കർത്താവ് ശൗൽ അല്ലെങ്കിൽ പൗലോസിനെയും ഉപയോഗിക്കാനായിട്ട് സമർത്ഥനാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം പൗലോസ് ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സർവകലാശാലയിൽ നിന്ന് പഠിത്തം പൂർത്തിയാക്കിയ അറിവുള്ള, പരിജ്ഞാനമുള്ള, സംസ്കാരമുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. കർത്താവ് കാണിച്ചു തന്നത് പൗലോസിനെയും കർത്താവിനെ ഉപയോഗിക്കാം, പത്രോസിനെയും ഉപയോഗിക്കാം. ശിഷ്യന്മാരുടെ കാര്യത്തിലും ഇറ്റ് വാസ് എ സ്മോൾ ബിഗിനിങ്. അതിനോട് ബന്ധത്തിൽ ഒരു വാക്യം നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 31 വരയ്ക്കുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചാലും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 31 വരയ്ക്കുള്ള വാക്യങ്ങൾ. ഇല്ല. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുക്കുമായിരുന്നു. മതി. ആ ഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ നാം കാണുന്നത് നമ്മുടെ യാതൊരു യോഗ്യതയോ കഴിവോ അല്ല ദൈവസന്നിധിയിൽ എന്തെങ്കിലും മൂല്യമുള്ളത്. ദൈവം തൻ്റെ സർവാധികാരത്തിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇൻ ഹിസ് സോവറിൻ വിൽ ഹി സെലക്ട്സ്, ഹി ചൂസസ്, ഹി സെപ്പറേറ്റ്സ്. ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് ആയിരിക്കുന്ന ഒരു വേദപണ്ഡിതൻ, ഇന്ന് അദ്ദേഹം കർത്തൃവേലയിലാണ്. അദ്ദേഹം അവിടെ നിന്ന് കർത്താവിൻ്റെ വിളിക്ക് വിധേയപ്പെട്ട് ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ്,
അവിടെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലൊരു ചിന്ത വന്നു, ഞാൻ ഇത്രയൊക്കെ വിദ്യാഭ്യാസം ആർജിച്ചൊരു വ്യക്തിയാണ്, എൻ്റെ കൂടെ പഠിക്കുന്നവർ 10th കഴിഞ്ഞവർ അല്ലെങ്കിൽ മാക്സിമം പ്രീ ഡിഗ്രി കഴിഞ്ഞവർ അവരേ ഉള്ളൂ. അവരൊക്കെ എന്ത് പഠിക്കാൻ പറ്റും? എനിക്ക് ഇത്രയും ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഇവർക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നൊരു ചിന്ത അറിയാതെ തന്നെ അദ്ദേഹത്തിന് മനസ്സിൽ വന്നു. എന്നാൽ അന്ന് വൈകിട്ട് തന്നെ അവരുടെ ചാപ്പൽ സർവീസിൽ ഈ യാതൊരു വിധത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തി അവിടെ സംസാരിച്ചു. അവിടെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷ കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ചൊരു സത്യം ഈ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ആ വ്യക്തി അവിടെ പങ്കുവെച്ചു. ആൻഡ് ഹി വാസ് റിയലി സർപ്രൈസ്ഡ്. അദ്ദേഹം ചിന്തിച്ചു, ഞാനിത് വളരെ അറിവുള്ളതുകൊണ്ടാണ് എനിക്കറിയാമെന്ന് വിചാരിച്ചത്, എന്നാൽ ഈ വ്യക്തി അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് സംസാരിക്കുന്നു. ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സ്മോൾ ബിഗിനിങ്. ഇനി നമുക്ക് പരിചയമുള്ളൊരു വാക്യം അതിനോടനുബന്ധിച്ചൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. മർക്കോസ് 10:45. അല്ല, ശുശ്രൂഷ പ്രാപിപ്പാനല്ല, പിന്നെയോ ശുശ്രൂഷിപ്പാനും ധാരാളം പേർക്ക് തൻ്റെ ജീവനെ തന്നെ മറുവിലയായി കൊടുപ്പാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി. He is not to be served, but he came to serve. ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. അത് മാത്രമല്ല, അത് അവസാനിക്കുന്നത് തൻ്റെ ജീവനെ തന്നെ മറുവിലയായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. So it all points to the fact that there is a small beginning. തുടക്കം ഒരു ചെറിയ ഒരു തുടക്കമാണ്. അപ്പോൾ ഈ കടുകുമണി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് the beginning is small, തുടക്കം ചെറുത്. നമ്മുടെ സഭയുടെ ഉൽപ്പത്തി അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് എത്ര പേരാണ് ആ അപ്പർ റൂമിൽ, മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കൂടിയത്? എത്ര പേര്? 120. ഉറക്കി പറയൂ. 120 പേര് അവരൊരുമിച്ച് കൂടി. അതിനുശേഷം പത്രോസ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് 3000 പേര് അവര് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മറ്റ് അധ്യായങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് കാണുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ചില സ്ഥലങ്ങളിൽ നമ്പർ പറയുന്നുണ്ട്, എന്നാൽ പിന്നീട് പറയുകയാണ് എ ലാർജ് മൾട്ടിറ്റ്യൂഡ് ദേ കെയിം ടു ദ നോളജ് ഓഫ് സാൽവേഷൻ. അവിടെ പിന്നെ സംഖ്യ പറയാനായിട്ട് സാധിക്കുന്നില്ല, വലിയൊരു സംഖ്യയിലാണ്. എന്നാൽ തുടക്കമോ ഒരു ചെറിയ കൂട്ടത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ നിത്യതയിൽ വിശ്രമിക്കുന്ന ജോഷുവ അപ്പച്ചൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്. നമ്മൾ എല്ലാവരും കേട്ട ഒരു സത്യമാണ്. നമ്മുടെ സഭകളിലെ ഒരു പ്രത്യേകത, നമ്മളൊരു ചെറിയ കൂട്ടമായിട്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം അതിൽ തന്നെ ഒതുങ്ങി കഴിയരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ചെറിയ കൂട്ടമായിരിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന എന്താണ്? നാം തമ്മിൽ അടുത്തറിയുന്നു. ഒരു വ്യക്തി തന്നെ എഴുന്നേറ്റ് നിന്ന് 5-10 മിനിറ്റിൽ എല്ലാ കുടുംബത്തിലെ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നു. സഭ വളർന്നു വരുമ്പോൾ അത് പിന്നെയും പുതിയ സഭാ കൂടിവരവായിട്ട് പോകണം. അങ്ങനെയാണല്ലോ നാം കാണുന്നത്. പുതിയ നിയമ വിശ്വാസികളുടെ അല്ലെങ്കിൽ ആദിമ സഭയുടെ ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു. അവർ കൂടി വന്നിരുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ കൂട്ടമായിട്ട് അവർ കൂടി വന്നിരുന്നു. നമ്മുടെ ബ്രദറൻ ഈ പ്രസ്ഥാനം ഞാൻ വാക്ക് ഉപയോഗിക്കുകയില്ല, ബ്രദറൻ മൂവ്മെന്റ് അത് ആരംഭിച്ചതും ഒരു ചെറിയ കൂട്ടത്തിലാണ്. 1830 അയർലാൻഡിലെ ഡബ്ലിൻ എന്ന് പറയുന്ന പ്ലിമത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരുമിച്ച് ആദ്യമായിട്ട് തീരുമാനിച്ചു. അവർ പലരും അവിടെയുള്ള ചർച്ച് ഓഫ് അയർലാൻഡിലും അതുപോലെ ആംഗ്ലിക്കൻ ചർച്ചിലും പ്രസ്ബിറ്റേറിയൻ ചർച്ചിലും പോയിരുന്നവര് ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയുള്ള ഒരു ചിന്ത ദൈവാത്മാവ് അവരുടെ ഹൃദയത്തിൽ നൽകിയപ്പോൾ ഒരു ചെറിയ കൂട്ടമായിട്ട് തിരുവത്താഴ് ശുശ്രൂഷയോടുകൂടി 1830 അവർ ഒരുമിച്ച് കൂടി ആരാധിച്ചു.
ആ ഓർമ്മയുടെ ശുശ്രൂഷ അവർ നിർവഹിച്ചു. അങ്ങനെയാണ് ബ്രദറൻ മൂവ്മെന്റ് ആരംഭിച്ചത്. ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആ കൂട്ടങ്ങൾ ചെറിയ കൂട്ടങ്ങളായിരുന്നു. ബാഹികമായിട്ട് അവർക്ക് കാണിക്കുവാൻ വേണ്ടി ഒന്നുമില്ലായിരുന്നു. ഇറ്റ് ഹാഡ് എ സ്മോൾ ബിഗിനിങ്. ആ കാര്യം ഒന്ന് ഊന്നൽ കൊടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും സമയം എടുത്തത്. ദൈവരാജ്യത്തെ സംബന്ധിച്ചും നാം നോക്കുമ്പോൾ അതിൻ്റെയും തുടക്കം ഇറ്റ് ഈസ് സ്മോൾ. വെദർ ഇറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ ദ ചർച്ച്, ദ ബിഗിനിങ് ഈസ് എ സ്മോൾ ഹംബിൾ ബിഗിനിങ്. നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ നോക്കുക, അതിൻ്റെ തുടക്കവും അതുപോലെ തന്നെ ആയിരുന്നു. ചിലപ്പോൾ 1-2 വ്യക്തിയിലായിരിക്കും ഒരു ശുശ്രൂഷ ആരംഭിച്ചത്. എന്നാൽ ഇന്ന് അത് വർദ്ധിച്ച് പന്തലിച്ച് ഒരു ബൃഹത് ശുശ്രൂഷയായിട്ട് മാറിയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു പദപ്രയോഗം നമ്മളവിടെ കാണുന്നത്, ഒരുവൻ അത് വിതയ്ക്കുന്നു. സംവൺ ഹൂ സോസ്. ഇവിടെയും ഒരുത്തൻ ആ ചെറിയ കടുകുമണി അത് വിതയ്ക്കുന്നുണ്ട്, അല്ലേ? 13-ാം അധ്യായത്തിലെ 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം, അത് ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. ആ സോവർ, വിത്ത് വിതയ്ക്കുന്നവൻ മറ്റാരുമല്ല, വലിയവനായ ദൈവം തന്നെയാണ്. അത് പ്രത്യേകമായിട്ട് ഓർക്കുക. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. അപ്പൊ ഈ വയല്, അടുത്തത് ഈ വയലാണ്. ഈ വയൽ എന്ന് പറയുന്നത് സമഗ്ര പൃഥ്വിയാണ്, അതായത് ദ എൻറ്റയർ വേൾഡ്, ഈ ലോകം എന്ന് നമുക്ക് വിശേഷിപ്പിച്ച് പറയാം. ദാറ്റ് ഈസ് ദ ഫീൽഡ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ വയൽ എന്ന പദപ്രയോഗമല്ല അവിടെ നമ്മൾ കാണുന്നത്. പിന്നെന്താ കാണുന്നത്? ശ്രദ്ധിച്ചായിരുന്നോ? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തൻ്റെ വയലിലല്ല, പിന്നെ അല്ലല്ല, താൻ എവിടെ വിതച്ചത്? അത് തൻ്റെ തോട്ടത്തിൽ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഇൻ ഹിസ് ഗാർഡൻ. അപ്പോൾ വയലുണ്ട്, അതുപോലെ തന്നെ ഒരു തോട്ടം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തോട്ടത്തിൽ വിതച്ചു. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ലോകമെന്ന് പറയുന്നത് അത് ഒരു ക്വയറ്റ്നസ്, ഒരു സെറീനിറ്റി, ഒരു ബ്യൂട്ടി ഉള്ള ഒരു ലോകമായിട്ടിരിക്കണം. 1000 ആണ്ട് വാഴ്ചയിൽ അതാണല്ലോ നാം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അതിൻ്റെ കീഴിൽ കർത്താവിൻ്റെ രാജാവും കർത്താവിൻ്റെ കീഴിൽ, അധികാരത്തിൻ്റെ കീഴിൽ നാം ആയിരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ലോകത്തെ ഒരു ഗാർഡൻ, ഒരു തോട്ടം, മനോഹരമായ ഒരു തോട്ടം എന്ന രീതിയിലാണ് അത് വിശേഷിപ്പിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. So that speaks of beauty, that speaks of quietness, that speaks of a pleasant surrounding. നമ്മൾ തോട്ടങ്ങൾ, ഈ നല്ല ഗാർഡൻസ് ഒക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്കവിടെ അനുഭവപ്പെടുന്നത് ശാന്തതയാണ്. ആ പൂന്തോട്ടത്തിൽ ഉള്ള പൂക്കളെ കണ്ടിട്ട് നമുക്ക് ആ മനോഹാരിത കണ്ടിട്ട് നമ്മളത് ആസ്വദിക്കുന്നു. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അവനെ ആക്കിയത് എവിടെയാ? ഏതും തോട്ടത്തിൽ. അതും ഒരു പൂന്തോട്ടമായിരുന്നു, ഒരു പൂങ്കാവനമായിരുന്നു. അവിടെ ഉച്ച കഴിഞ്ഞ സമയത്ത് കർത്താവ് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടി അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ ദ സോവർ ഇസ് ദ ലോർഡ്, വിതയ്ക്കുന്നവൻ വലിയവനായ ദൈവം. ആ വിതയ്ക്കുന്ന വയല്, അതൊരു വയലും ഒരു തോട്ടവും ആണ്. അത് കൃത്യമായിട്ട് നാം ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് നാം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മളെല്ലാവരും ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്. ജോൺ വർഗീസ് അങ്കിളൊക്കെ ധാരാളം കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. നാം ഒരു വിത്ത് വിതയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു കൃഷിയിൽ നമ്മൾ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ നാം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? കാക്ഷിക്കുന്നത് എന്താണ്? വളർച്ച, ഗ്രോത്ത്, അല്ലേ? അത് വളർന്നു വന്ന് അതിൽ നിന്ന് ഫലം നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. നമ്മളത് മർക്കോസിന്റെ സുവിശേഷം അതൊന്ന് അവിടെ 2 സ്ഥലത്ത് നിന്ന് അടയാളം വെച്ചൊന്ന് പെട്ടെന്ന് എടുക്കുന്നത് നന്നായിരിക്കും. 4-ാം അധ്യായത്തിന് 32-ാം വാക്യം ഒന്ന് നോക്കുക. മർക്കോസ് 4:32 അവിടെ നാം കാണുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്, വിതച്ച ശേഷം വളർന്ന്, എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും
വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും. അപ്പൊ അത് വളർന്നു അത് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴും അവിടെ നമ്മൾ വായിക്കുന്നത് അത് വളർന്നു. ലൂക്കോസ് 13:19, മർക്കോസ് 4:32, ലൂക്കോസ് 13:19. അപ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അത് ഫലവത്തായി തീരണം, അത് വളർന്നു വരണം. അതിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വളരുന്നുണ്ടോ അതോ നാം ചുരുങ്ങി പോവുകയാണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള സഹവാസവും ദൈവവചനത്തിന്റെ പഠനവും എന്നീ കാര്യങ്ങളിൽ കർത്താവിനോട് അടുക്കുന്നതിനനുസരിച്ച് ആത്മീകമായിട്ട് വളരുന്ന ഒരു അവസ്ഥയിലാണോ? ഒരു ക്രിസ്തീയ ഒരു മിനിസ്ട്രിയിൽ ഒരു വ്യക്തിയെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ചിലർ റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞു അദ്ദേഹത്തിന് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്ന ഇന്റർവ്യൂവറിലുള്ള ഒരു വ്യക്തി പറഞ്ഞു, ശരിയാണ് 20 വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്, പക്ഷെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് 20 ടൈംസ് ഉള്ളത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 1 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് റെപ്ലിക്കേറ്റ് ചെയ്ത് അദ്ദേഹം 20 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ച 1 വർഷത്തെ വളർച്ചയേ ഉള്ളൂ. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് 20 വർഷം കംപ്ലീറ്റ് ചെയ്തു, അല്ലാതെ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെയാണോ? നമ്മൾ തന്നെ നോക്കുക. ഞാൻ എന്നെ തന്നെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ഞാൻ ഈ പറയുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞ് അന്ന് ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന അതേ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്, അതോ ഓരോ നാൾ കഴിയും തോറും കർത്താവും കർത്താവിന്റെ വചനവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തി ആത്മീകമായിട്ട് ഒരു പെർഫെക്ഷനിൽ നമ്മൾ ആരും എത്തത്തില്ല, എന്നാൽ ടെൻഡിങ് ടുവാർഡ്സ് പെർഫെക്ഷൻ, ആ പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ആയിരിക്കുന്ന ഒരവസ്ഥയിലാണോ നാം ആയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളൊന്ന് നോക്കുക. ആർ വി ഗ്രോയിങ് ഓർ ആർ വി ഷ്രിങ്കിങ്? വ്യക്തിപരമായിട്ടും സഭയായിട്ടും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു സത്യം ഞാനൊന്ന് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. The scripture is the foundation of the local church. ആരെങ്കിലും ഇതിന്ന് വിസമ്മതിക്കുമോ? നമ്മൾ വേർപെട്ട ദൈവസഭയിലെ അംഗങ്ങളാണല്ലോ. ദൈവവചനമാണ് ഒരു സ്ഥലസഭയുടെ അടിസ്ഥാനം എന്നുള്ളത്. എന്നോടുകൂടി ചേർത്ത് പറയട്ടെ, the church is the guardian or custodian of the scripture. ദൈവവചനത്തെ അതിൻ്റെ ഓർത്തഡോക്സിയിൽ, അതിൻ്റെ പൂർണ്ണ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിപ്പാനുള്ള ഗൃഹവിചാരകന്മാരാണ് നാം ഓരോരുത്തരും. The responsibility is given to us to keep it pure and intact. അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റായ ദുരുപദേശം, മറ്റ് കാര്യങ്ങൾ പ്രവേശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഞാനതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, the scripture is the foundation of a local church and the church is the guardian of the scripture. ദൈവവചന പ്രകാരമുള്ള സഭയ്ക്കാണ് ആ ഉത്തരവാദിത്വം കർത്താവ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കുക. ഇവിടെ വളർന്നു ഈ കടുകുമണി, അതിൻ്റെ ചെടി അല്ലെങ്കിൽ അതിൻ്റെ ആ ഹെർബ്, അത് വളർന്നു വന്ന് അതിൻ്റെ ഇത് കാണുവാണെങ്കിൽ അതൊരു ചെറിയ ഒരു ബുഷി ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഇലകളും കാണും, ചെറുതായിട്ടുള്ളത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ വളർച്ച ഒരു അബ്നോർമൽ വളർച്ചയായി. സംതിങ് ദാറ്റ് ഇസ് നോട്ട് നോർമൽ, അബ്നോർമൽ. അതുകൊണ്ടാണല്ലോ ഈ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? അതൊരു വലിയ വൃക്ഷമായി തീർന്നു. ഇറ്റ് ബിക്കെയിം എ ട്രീ. ഒഡിയയിൽ അത് എഴുതിയിരിക്കുന്നത് ശാഗോ ഗൊച്ഛം. ഗൊച്ഛമൊന്നുമല്ല, ശാഗോ സസ്യം. ശാഗോ എന്ന് പറയുന്നത് ചീര. നമുക്കറിയാം പഞ്ചാബിലെ ഒരു പ്രത്യേകം ആഹാരമാണല്ലോ മക്കേ ദി റോട്ടി സർസോ ദ സാഗ്. ചോളം കൊണ്ടുള്ള റൊട്ടിയും അതുപോലെ ഈ കടുകിൻ്റെ ഇല കൊണ്ടുള്ള ഒരു സബ്ജി, ഒരു കറി. അപ്പോൾ അത് ചെറിയൊരു ഹേർബാണ്, എന്നാൽ അത് അബ്നോർമലി ആണ് വളർന്നത്. നമുക്കറിയാം ചിലരുടെ കാലയിൽ അതിന് പറയുന്നത് ഈ ഫൈലേറിയ എന്ന് പറയുന്ന മന്ദരോഗം.
അപ്പൊ കാലിന് നല്ല വണ്ണമായിരിക്കും, എന്നാൽ ആ വണ്ണത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യും. അതൊരു അബ്നോർമലാണ്, ഒരു രോഗമാണ്, അതൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു വളർച്ചയാണ്. ഈ വിധത്തിലുള്ള വളർച്ച നമ്മൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ഇവിടെയും സംഭവിച്ചത് ദർ വാസ് ആൻ അബ്നോർമൽ ഗ്രോത്ത്. യോനയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം, അതും എടുത്ത് വായിക്കാൻ സമയമില്ല, 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ അവിടെ ഒരു ചെടി അവിടെ പെട്ടെന്ന് വളർന്നു വരുന്നു. ആ വളർന്നു വന്ന് അവിടെ തണലൊക്കെ കൊടുക്കുന്നു, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് അതുപോലെ ഉണങ്ങിയും പോകുന്നു. ദാറ്റ് ഈസ് ആൻ അബ്നോർമൽ ഗ്രോത്ത്. എന്നാൽ ദൈവമക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുക, താൻ തെരഞ്ഞെടുത്ത ദാസന്മാരുടെ ജീവിതത്തിലെ വളർച്ച അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു വളർച്ചയായിരുന്നു. പിന്നീട് വായിക്കുക, ദാവീദിന്റെ ജീവിതത്തിൽ കർത്താവ് എവിടെയാണ് ദാവീദിനെ തെരഞ്ഞെടുത്തത്? തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്തു നിന്നാണ് ദാവീദിനെ തിരഞ്ഞെടുത്തത്. സങ്കീർത്തനം 78-ാം അധ്യായം ഒന്ന് എടുത്ത് വായിക്കുന്നത്, ശമൂവേലിന്റെ 2-ാം പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് എടുത്ത് വായിക്കുക. ആ ഭാഗങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് നാം കാണുന്നുണ്ട് ഏത് വിധത്തിലാണ് കർത്താവ് തന്നെ ഉയർത്തിയത്. സങ്കീർത്തനം 78-ന്റെ 30-ാം വാക്യം, സങ്കീർത്തനം 78 തന്നെ അതിൻ്റെ 72-ാം വാക്യം, എവിടെ നിന്നാണ് ദാവീദിനെ ഉയർത്തിയത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ദാവീദിനെ കർത്താവ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉയർത്തിയത്. യോസെഫിന്റെ ജീവിതം നോക്കുക. ഉൽപ്പത്തി പുസ്തകം അതിന് 37-ാം അധ്യായം 13-ാം വാക്യം എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ പിതാവ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, സഹോദരന്മാരുടെ ഇടയിലേക്ക് ചെന്ന് നോക്കുക, അവരുടെ വെൽഫെയർ അന്വേഷിച്ചു വരിക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അധപതനം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴോട്ട് പോകുന്നു. എന്നാൽ അവിടെ എല്ലാം കർത്താവ് കൂടെയിരുന്നു. കർത്താവിന്റെ സമയത്ത് ഉയർത്തി ആ മിസ്രൈമിലെ സെക്കൻഡ് ഇൻ കമാൻഡ് വരയ്ക്കും കർത്താവ് യോസെഫിനെ ഉയർത്തി. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോർമൽ ഗ്രോത്ത് ആയിരുന്നു. നമ്മുടെ ആത്മീയ ഗോളത്തിലും ചില ആത്മീയ ശുശ്രൂഷകൾ തന്നെ പെട്ടെന്നായിരിക്കും പൊട്ടിമുളച്ചു വരുന്നത്. ഭയങ്കര വിധത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ അണഞ്ഞുപോയ ശുശ്രൂഷകളും പലതും നാം കാണുന്നുണ്ട്. അതൊക്കെ ഒരു അബ്നോർമൽ വിധത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ ചുറ്റിലും തന്നെ നമ്മൾ അറിയുന്ന വിഷയങ്ങളാണ്. ഞാൻ അത് വിവരിച്ച് പറയേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും ഒരു നോർമൽ ഗ്രോത്ത് ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി ഇവിടെ എല്ലാം പറഞ്ഞ വേറൊരു പദപ്രയോഗമാണ് ഗ്രേറ്റ്, അല്ലേ? 13-ാം അധ്യായത്തിലെ ആ വാക്യം ഒന്ന് നോക്കുക, 32-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ വലുതായി എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും വലുതായി. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കെയിം വെരി ബിഗ്. അത് അത്രയും വലുത് ആയിട്ടുള്ളൊരു വൃക്ഷമായിട്ട് മാറി. തിരുവഴുത്തിൽ ഈ വലുതായിട്ട് അല്ലെങ്കിൽ ബൃഹത്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ മഹാ എന്ന നിലയിൽ വിവരിച്ചു പറഞ്ഞത് ചിലത് നോക്കുന്നത് നന്നായിരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, അത് ഞാൻ റെഫറൻസ് പറഞ്ഞങ്ങ് പോവാം, അല്ലെങ്കിൽ സമയം പോവും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തില് ഒരു വലിയ പ്രതിമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, എ ഗ്രേറ്റ് ഇമേജ്. ഇനി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 7-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയ സംസാരത്തെക്കുറിച്ച്, ഗ്രേറ്റ് വേർഡ്സ് ഉപയോഗിച്ച് ദൈവത്തിന്റെ വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം. മൂന്നാമത്തേത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ മഹാവേശ്യ, ദ ഗ്രേറ്റ് ഹോർ എന്ന് വിവരിച്ചു പറയുന്നു. അതേ വെളിപ്പാട് പുസ്തകത്തിലെ 17-ാം അധ്യായം 5-ാം വാക്യവും 18-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ മഹത്യ ബാബിലോൺ, അതിനെയും വിവരിച്ചു പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വലുത്, ഹ്യൂജ്, ബിഗ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില് ആത്മീയ ഗോളത്തിൽ തന്നെ നമ്മൾ മെഗാ ചർച്ച് കോൺസെപ്റ്റിന്റെ ഒരു കാലഘട്ടത്തിന് മധ്യത്തിലാണ് ആയിരിക്കുന്നത്, അതല്ലേ? അവരതിൽ അഭിമാനം കൊള്ളുന്നു. ഞായറാഴ്ച ഞങ്ങൾക്ക് 3 സർവീസ് ഉണ്ട്, ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഒരെണ്ണമുണ്ട്, ശനിയാഴ്ച രാവിലെ ഇനി തുടങ്ങാൻ പോകുന്നു. അത്രയും ആൾക്കാരാണുള്ളത്. മെഗാ ചർച്ച് കോൺസെപ്റ്റ്. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റ് വന്നു, പിന്നെ മെഗാ മാർക്കറ്റ് വന്നു, പിന്നെ ഹൈപ്പർ മാർക്കറ്റ്. ഇന്ന് ബിഗ് ബിഗ് മോൾ അത് വന്നിട്ട് മറ്റെല്ലാത്തിനും ഗ്രസിച്ചൊരവസ്ഥയിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ആത്മീയ ഗോളത്തിൽ നമ്മുടെ ചുറ്റിൽ അതല്ലേ കാണുന്നത്.
വെറും ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി 3000, 4000, 5000, 10000. ഹൈദരാബാദിന്റെ ഔട്ട്സ്കേർട്സിൽ ഒരു ജീസസ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കൂടിവരവുണ്ട്. അവിടെ ഓരോ ഞായറാഴ്ചയും 1,00,000 പേരാണ് ഒരുമിച്ച് കൂടുന്നത്. ദൈവം അറിയുന്നു. ബിഗ് ബിഗ് കോൺസെപ്റ്റ്. എന്നാൽ ഇതിലെല്ലാം നമ്മൾ ഓർക്കേണ്ടത്, വേർപെട്ട ദൈവജനം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവചന പ്രകാരം ലോകത്തിൻ്റെ ഈ ഫ്ലോയിൽ നിന്ന് വേർപെട്ട് എല്ലാ വിധത്തിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം ആയിരിക്കാമെന്നാണ്. അതിന് കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നാം ഒരു ആരാധന കാണാൻ വേണ്ടിയല്ല പോകുന്നത്. നമ്മൾ ഒരു വ്യക്തിയുടെ സെർമൺ കേട്ടിട്ട് വരാൻ വേണ്ടിയല്ല പോകുന്നത്. നാം ഒരുമിച്ച് ചേർന്ന് സജീവമായിട്ട് നമ്മുടെ പങ്കാളിത്തം അവിടെ ഉണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. സോ ദൈവദൃഷ്ടിയിൽ ഈ പറയുന്ന ബാഹികമായിട്ടുള്ള അല്ലെങ്കിൽ ബൃഹത് അല്ലെങ്കിൽ വലുത് അതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം പിന്നീട് നാം കാണുന്നത് ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അത് സകലവും നഷ്ടപ്പെട്ടു എന്നുള്ളത്. നമ്മൾ പഠിച്ച ഭാഗമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അടുത്തത്, ഈ വലിയ മരം അതേതിനെയാ കാണിക്കുന്നത്? നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും ക്രിസ്തീയ ഗോളം എന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ദി കംപ്ലീറ്റ് ക്രിസൻഡം. ദ കംപ്ലീറ്റ് ക്രിസൻഡം സോ കോൾഡ്. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന ഈ ക്രിസ്തീയ ഗോളമാണ് ഈ അബ്നോർമലായിട്ട് ചെറിയൊരു വിത്തിൽ നിന്ന് വളർന്നു വന്ന് വലിയൊരു ബൃഹത് വൃക്ഷമായിട്ട് തീർന്നിരിക്കുന്നത്. That speaks of the so-called Christendom and also the rulers. അതിനെ ഭരിക്കുന്നവരെയും അത് ചൂണ്ടി കാണിക്കുകയാണ്. നമ്മൾ മഹദിയ ബാബിലോനെ കുറിച്ച് നമ്മൾ നോക്കി. നമുക്കറിയാം ആ ബാബിലോന്റെ പതനം, അതിൻ്റെ വീഴ്ച, തകർച്ച പെട്ടെന്നായിരുന്നു. ഒത്തിരി സമയമൊന്നും എടുത്തില്ല. ഇറ്റ് ഫെൽ ലൈക്ക് എനിത്തിങ്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരയ്ക്കുമുള്ള ഭാഗം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരയ്ക്കുള്ള വാക്യം. അവിടെ ഒരു വൃക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെവിടെയാ കണ്ടത്? ഭൂമിയുടെ മധ്യഭാഗത്ത്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി എർത്ത്. ഓക്കെ, സോ ഇറ്റ് വാസ് യൂണിവേഴ്സൽ. ഓക്കെ, രണ്ടാമത്തേത് ഇറ്റ് ഈസ് ഇംപ്രസീവ്. 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അത് സ്വർഗത്തോളം വളർന്നു. 12-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ വായിക്കുകയാണ് that it was there that was visible from all corners of the earth. ലോകത്തിൽ സകല ദിക്കിൽ നിന്നും അത് ദൃശ്യമാനമായിട്ടിരിക്കുകയായിരുന്നു. ഇനി 12-ാം വാക്യത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ആയിരുന്നു. വന്നു. മതി മതി. ക്രിസൻഡമിന്റെ ഒരു പിക്ചറാണ് അവിടെ വിവരിച്ച് പറയുന്നത്. എല്ലാം, അതായത് ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ളതും എല്ലാം അതിൽ വന്ന് വസിക്കുന്ന ഒരവസ്ഥ. അതല്ലേ നമ്മൾ ചുറ്റിലും കാണുന്നത്. ഈ ഡിനോമിനേഷണൽ ചർച്ചസിന്റെ അവരുടെ പാപ്പൽ സിസ്റ്റവും അവരുടെ അധികാരത്തിന്റെ ആ ഓർഡറും കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കത്തോലിക്ക സഭയാകട്ടെ, യാക്കോബ സഭയാകട്ടെ, ഓർത്തഡോക്സ് സഭയാകട്ടെ, ഈ പറയുന്ന എപ്പിസ്കോപ്പൽ സഭകളുടെ അവരുടെ ആ വളർച്ചയും അവരുടെ അധികാരത്തിന്റെ മോഹത്തിൽ എല്ലാവരും പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. സോ കോൾഡ് ക്രിസൻഡം. ഇതേ കാര്യം തന്നെ പിന്നീട് വായിച്ചാൽ മതി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തില് അശൂർ രാജ്യത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെയും അതിനെ ഒരു ലെബനോൺ, ഒരു ഏരസ് വൃക്ഷത്തോടുകൂടെ അതിനെ ഉപമിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അശൂർ രാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അശൂർ രാജാവിന്റെ അധികാരത്തിലുള്ള രാജ്യത്തെക്കുറിച്ച്. ആ രണ്ട് രാജ്യത്തെക്കുറിച്ചും, അതായത് ബാബിലോനെ കുറിച്ചും അശൂറിനെ കുറിച്ച് പറയുമ്പോഴും ഈ രണ്ടിൻ്റെയും വീഴ്ച അത്രയും ഭയങ്കരമാണ്.
എന്ന് പറയുന്ന പോലെയാണ് നാം ഈ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പതനം വരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യമോ തുടക്കം ചെറുത്, എന്നാൽ അത് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതൊരു ശാശ്വത രാജ്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 11-ാം അധ്യായം, 1-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. പിന്നീട് 10-ാം അധ്യായവും 11-ാം അധ്യായം വായിച്ചാൽ മതി. 10-ാം അധ്യായം 33-ഉം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 33-ഉം 34-ഉം പിന്നെ 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ചെയ്യും. ഇനി 11-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഇസ്രായേലിന്റെ ബുദ്ധിയിൽ നിന്ന് ഒരു നുണ പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പും ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. മതി. ആ ഭാഗം, ആ 2 അധ്യായങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ വർദ്ധിച്ച് പന്തലിച്ച് ഇങ്ങനെ വളർന്നു വരുന്നത് അതിൻ്റെ എല്ലാം നാശം പെട്ടെന്നായിരിക്കും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുസരിച്ചുള്ള വ്യക്തിയെ കർത്താവ് ഉയർത്തുന്നതും ആ രാജ്യം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശാശ്വതമായ രാജ്യത്തെയാണ്. ദി ഇറ്റേണൽ കിങ്ഡം ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്. അതിൻ്റെ ഒരു നിഴലായിട്ടാണ് ദാവീദിന്റെ ആ ഉയർച്ചയെ നാം കാണുകയാണ്. ഇനി ഒരു കാര്യം കൂടി അതിനോടനുബന്ധിച്ച് നോക്കുന്നത്, അവിടെ ഈ പക്ഷികൾ വന്ന് വസിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ 3 ഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, ദ ബേർഡ്സ് ദേ കം ആൻഡ് ദേ പെർച്ച് ദേർ. അപ്പോൾ ഈ പക്ഷികൾ വന്ന് വസിക്കുന്നത് ബ്രാഞ്ചസിലാണ്. ഈ വൃക്ഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇലകൾ കാണുന്നില്ല. ഇലകളില്ലാത്തതുകൊണ്ട് അതിന് ഫ്രൂട്ട്ഫുൾ ആകാനായിട്ട് കഴിയുകയില്ല, ഒരു ഫലവും പുറപ്പെടുവിക്കില്ല. എന്നിട്ട് ഈ പറയുന്ന കിളികൾ വന്ന് അതിൽ താമസിക്കുകയാണ്. ഇതല്ലേ നാം ചുറ്റിലുമുള്ള ഈ സോക്കോൾ ക്രിസ്തീയ ഗോളത്തിൽ കാണുന്നത്? ശൂന്യമായിട്ടുള്ള ചില ആചാരങ്ങൾ അനുഷ്ഠിച്ച് മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം. അതിനുപരിയായിട്ട് എന്തെങ്കിലും ഇതിലുണ്ടോ? അവരെ വിമർശിച്ച് പറയുകയല്ല, അന്ധന്മാരായിട്ട് ചില ആചാരങ്ങൾ അവരെ അനുഷ്ഠിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതി. കാരണം അവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇവിടുന്നും അവിടുന്നും എല്ലാം പറക്കി കൊണ്ടുവന്ന് മാനുഷികമായിട്ട് ബുദ്ധിയും മാനുഷിക ഹൃദയത്തിൽ ഉണ്ടായതും എല്ലാം അനുസരിച്ച് പോകുന്ന ഒരു പ്രവണത മാത്രം. ഇന്ന് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള CSI ചർച്ചുകളിലും ലോകപരമായിട്ടുള്ള ആചാരങ്ങൾ കയറിയിരിക്കുകയാണ്. അവരുടെ കല്യാണ സമയത്തും മറ്റു കാര്യങ്ങളിലും ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെയ്ക്ക് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ദൈവിക കാര്യങ്ങൾക്ക് മൂല്യം കൊടുക്കാതെ ഈ പറയുന്ന ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു രീതി. ഇവിടെ പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടത്, ദൈവം നമ്മോട് കാണിച്ച വലിയ കരുണ. ഈ വിധത്തിലുള്ള തെറ്റായ ഉപദേശമോ മറ്റു കാര്യങ്ങളിലേക്ക് കർത്താവ് നമ്മളെ വിട്ടില്ല. നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ കിടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അത്ഭുതകരമായിട്ട് സത്യം മനസ്സിലാക്കുവാനായി തൻ്റെ അളവറ്റ കൃപ നമ്മളുടെ മേൽ ചൊരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്തൻഡം, ഈ ക്രിസ്തീയ ഗോളം ആരംഭിച്ചത് എവിടെ നിന്നെന്ന് അറിയാമോ? 4ാം സെഞ്ച്വറി, 4th സെഞ്ച്വറി. ആ സമയത്ത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം, അതൊരു സൂപ്പർഫിഷ്യൽ ബന്ധം എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവിനെ ഭയപ്പെട്ട് ഒരു മാനസാന്തരം അവർക്ക് സംഭവിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കോൺസ്റ്റന്റൈന് ക്രിസ്ത്യൻ റിലീജിയൻ ഒരു സ്റ്റേറ്റ് റിലീജിയൻ ആക്കി മാറ്റി. അവിടെ നിന്നാണ് ഈ തകർച്ച ആരംഭിക്കുന്നത്. അത് പ്രത്യേകിച്ച് സംഭവിച്ചത് AD 324 അന്ന് മുതൽ തന്നെ ആ പറയുന്ന ഒരു സ്റ്റേറ്റ് റിലീജിയൻ, അപ്പോൾ അവിടെ സെക്യുലർ പവർ വന്നു, റിലീജിയൻ വന്നു, ഈ പറയുന്ന പൊളിറ്റിക്കൽ പവർ, മൂന്നിൻ്റെ ഒരു കോൺഫ്ലുവൻസ്. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കൂട്ടമല്ലാതെ
ഈവൻ ന്യൂ ടെസ്റ്റ്മെന്റ് പാറ്റേണിലുള്ള പെന്റിക്കോസ്റ്റൽ ചർച്ചസ് പോലും ദേ വാണ്ട് ടു അഫിലിയേറ്റ് ദംസെൽസ് വിത്ത് ദി പൊളിറ്റിക്കൽ പവർ. ഇല്ലേ അച്ഛാ? IPCയുടെ കൺവെൻഷനിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോകുന്നില്ലേ? മാരാമൺ കൺവെൻഷനിൽ പോകുന്നില്ലേ? അത് പിന്നെ എപ്പിസ്കോപ്പൽ ചർച്ചാണ്. എന്നാൽ ഈ പറയുന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ അതിൻ്റെ ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാരോഹണം വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവും മറ്റ് പലരും ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. നമ്മുടെ യോഗങ്ങളിൽ മാത്രമാണ് ഇന്ന് ഈ വിധത്തിലുള്ള ഒരു അഫിലിയേഷൻ, പൊളിറ്റിക്കൽ ആകട്ടെ സെക്യുലർ ആകട്ടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു വിധത്തിലുള്ള ഒരു അഫിലിയേഷൻ നമ്മൾ കൊടുക്കാതെ ഇരിക്കുന്നു. നാളത്തെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ അബ്നോർമലായിട്ട് ഒരു ബൃഹത് വൃക്ഷമായിട്ട് മാറിയത് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തീയ ഗോളത്തെയാണ്. ഇവിടെ ഞാൻ 2 കോൺട്രാസ്റ്റ് ഒന്ന് പങ്കുവെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഒന്ന് എഴുതിയെടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. അത് നമുക്കൊന്ന് താരതമ്യം ചെയ്തിട്ട് പഠിക്കുവാനായിട്ട് നന്നായിരിക്കും. ഒരു 2 കോളം വരയ്ക്കുക. ജസ്റ്റ് നടുക്കിലൊരു ലൈൻ ഇട്ട് 2 കോളം. ഞാൻ അങ്ങനെയാണ് അത് പഠിച്ചെടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കോളത്തിന്റെ ഹെഡിങ് കൊടുക്കുക ഡിസ്പെൻസേഷണൽ ചർച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിത്യമായ കാര്യപരിപാടിയിലുള്ള സഭ, ദൈവസഭ, യഥാർത്ഥമായിട്ടുള്ള ദൈവസഭ. 2ാമത്തെ കോളമിൽ ഹെഡിങ് കൊടുക്കുക ക്രിസ്തീയ ഗോളം, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്തീയ മതം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കോളമിൽ അത് ചെറുതാണ്, ഇറ്റ് ഈസ് സ്മോൾ. അത് ചെറുതാണ്, ഇറ്റ് ഈസ് സ്മോൾ. അതിൻ്റെ ഒരു റെഫറൻസ് കൊടുക്കാം, മത്തായി 15:31. അത് പിന്നീട് ഒന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. മത്തായി 15:31. എന്നാൽ അടുത്ത കോളമിൽ എഴുതേണ്ടിയത് ഗ്രേറ്റ്, സ്മോളിൻ്റെ ഓപ്പോസിറ്റ്, ഗ്രേറ്റ് ഓർ ബിഗ്. അത് മത്തായി 13:32. ആ ബൃഹത് വൃക്ഷം അതിനെ ചൂണ്ടിക്കാണിക്കുന്നു. സോ ദൈവസഭയുടെ തുടക്കം ചെറുതാണ്, അതിപ്പോഴും എക്സ്ക്ലൂസീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ സോ കോൾഡ് ക്രിസ്തീയ ഗോളം, ക്രിസ്തൻഡം, അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള ക്രിസ്തു മതം എന്ന് പറയുന്നത് അത് ബാഹികമായിട്ട് വളരെ വലുതാണ്. എന്നാൽ അതൊരു അബ്നോർമൽ ഗ്രോത്ത് ആണെന്നേ ഉള്ളൂ. 2ാമത്തേത്, നമ്മൾ സഭയെ സംബന്ധിച്ച് കാണുന്നത് ക്രിസ്തു, സഭയെന്ന മണവാട്ടി, പിന്നെ യെരൂശലേം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ച് വീക്ഷിക്കുന്നത്. ക്രൈസ്റ്റ്, ബ്രൈഡ്, ജെറുസലേം. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, പിന്നെ 22-ാം അധ്യായം. വെളിപ്പാട് 21-ഉം 22-ഉം. അതിൻ്റെ ഈ ക്രിസ്തൻഡമിൽ നമ്മൾ കാണുന്നത്, ക്രിസ്തീയ ഗോളത്തിൽ കാണുന്നത്, അവിടെ സൈറ്റനുണ്ട്, സാത്താനുണ്ട്, അല്ലെങ്കിൽ പിശാചുണ്ട്. 2ാമത്തേത് മഹാവേശ്യ ഉണ്ട്. 3ാമത്തേത് ബാബിലോൺ, അതിൻ്റെ കേന്ദ്രം. നോക്കുക, കറസ്പോണ്ട് നോക്കുക. ക്രൈസ്റ്റ്, ബ്രൈഡ്, ജെറുസലേം, സൈറ്റൻ, ഹാർലോട്ട്, ബാബിലോൺ. സൈറ്റൻ, ഹാർലോട്ട്, ബാബിലോൺ. അത് റെഫറൻസ് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 18 വരേക്കുള്ള വാക്യങ്ങൾ. 3ാമത്തെ സത്യം, ദൈവസഭ അത് അദൃശ്യമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. ഇറ്റ് ഈസ് ഇൻവിസിബിൾ. ഇറ്റ് ഈസ് ഇൻവിസിബിൾ. എന്നാൽ ഈ പറയുന്ന ക്രിസ്തീയ ഗോളത്തിലെ ആ വളർച്ചയും ഇതുമെല്ലാം ദൃശ്യമാനമാണ്, ബാഹികമായിട്ട്. നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും, വെളിയിൽ നിന്നൊക്കെ മറ്റേ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ പറയും, ഓ, കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു ചെറിയ സ്ഥലത്ത് പോയാലും എത്ര വലിയ പള്ളികളാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിലീജിയൻ, ഹിന്ദുസും ഒക്കെ വരുമ്പോൾ അവർ കേരളത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ അഭിമാനം കൊള്ളുന്ന എന്താണ്? ഓ, സച്ച് എ ബിഗ്. ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് ഒഡീഷയിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അവർ പറയും മാക്കാംകുന്ന് പള്ളി, സോ ബിഗ്, ഇത്രയും വലിയൊരു പള്ളി എന്നുള്ളത്. ഇറ്റ് ഈസ് സോ വിസിബിൾ. അടുത്തത്, ദൈവസഭ, ദ യൂണിവേഴ്സൽ ചർച്ച്, അതിൻ്റെ പൂർണ്ണ രൂപം അത് ഭാവിയിൽ മാത്രമേ നാം കാണുകയുള്ളൂ. നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാണ്. എന്നാൽ ഈ പറയുന്ന ക്രിസ്തീയ ഗോളം അത് ഇപ്പോൾ തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ സത്യമായിട്ടൊന്നുമില്ല, മിഥ്യ മാത്രമാണ്, മിഥ്യ മാത്രമാണ്. അടുത്തത്, ഈ സത്യം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എ ലോക്കൽ ചർച്ച്, എ ഡിസ്പെൻസേഷണൽ ചർച്ച് ഈസ് ആൻ ഓർഗനിസം.
അത് ഒരു ഓർഗനൈസേഷൻ അല്ല, ഓർഗനിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഘടന. അതുകൊണ്ടാണല്ലോ സ്ഥലസഭയെ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമെന്ന്. ഓർഗനിസം, ദേ ആർ സോ ക്ലോസ്ലി നിറ്റ്. ഓരോ സ്ഥലസഭയും ആ വിധത്തിലാണ്, ആ എസൻസിലാണ് നിൽക്കുന്നത്. യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭ, അതും ക്രിസ്തു തലയായിരിക്കുന്ന ആ ശിരസിന്റെ ശരീരമാണ് സഭ എന്നുള്ളത്. ഇറ്റ് ഈസ് ആൻ ഓർഗനിസം. അതിന് ജീവനുണ്ട്. തമ്മിൽ അത് മെമ്പേഴ്സ് ഫോർ വൺ അനദർ എന്ന നിലയിൽ സഹകരിച്ചിട്ടാണ് അത് ഒരുമിച്ച് മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ പറയുന്ന ക്രിസ്തീയ ഗോളത്തിലുള്ള സഭകളോ, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ. അതൊരു സംഘടന മാത്രമാണ്. അധികാരത്തിന്റെ അയൺ ഫിസ്റ്റിലുള്ള അധികാരത്തിലാണ് അവിടുത്തെ സകല കാര്യങ്ങളും നടത്തപ്പെടുന്നത്. കൺവിക്ഷനാണ് ദൈവസഭയിലുള്ളത്. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് ഇതിന് ഭാഗമായി തീർന്നു. എന്നാൽ ക്രിസ്തീയ ഗോളത്തിലെ സഭകളിൽ നാം കാണുന്നത് ഇറ്റ് ഈസ് നോട്ട് കൺവിക്ഷൻ, ഇറ്റ് ഈസ് കോംപ്രമൈസ്. എല്ലാ കാര്യവും ശരിയാണ് എന്നുള്ളൊരു കോംപ്രമൈസിലേക്ക് പോകുന്ന ഒരു വിധത്തിലാണ്. ദൈവസഭയിൽ ദൈവവുമായിട്ടുള്ള പൂർണ്ണ വിശ്വസ്തതയിൽ നാം ആയിരിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ഗോളത്തിൽ വിഗ്രഹ ആരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇവിടെ ദുഃഖത്തോടുകൂടി ഞാൻ പറയട്ടെ, നാം അറിയാതെ തന്നെ ചിലപ്പോഴൊക്കെ ഈ വിഗ്രഹാരാധനയിലേക്ക് കടന്നു പോകുന്നുണ്ട്. വിശ്വാസികളായ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമ്മൾ അറിയുന്ന വലിയൊരു സത്യമാണല്ലോ, ദൈവസഭയിലെ എല്ലാവർക്കും പൗരോഹിത്യമുണ്ട്. എല്ലാ വിശ്വാസികളും പുരോഹിതരാണ്, അല്ലേ? ആണോ അല്ലയോ? The complete priesthood of all believers. ദൈവവചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ക്ലർജി, ലൈറ്റി. ചിലർക്ക് മാത്രമാണ് ഈ പൗരോഹിത്യമുള്ളത്, മറ്റെല്ലാവരും ആത്മായ കൂട്ടമാണ്. ആ വിധത്തിലുള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ബാഹികമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ഈ ഹാളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മുടെ കംഫർട്ടിന് വേണ്ടിയും നമ്മുടെ ശാന്തമായിട്ടിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയുള്ള ചില ഫെസിലിറ്റീസ് നമ്മൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഒരു ലക്ഷറി ആയി പോയോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്ത വരുമായിരിക്കും. ഇത്രയും വേണോ ഈ കാര്യങ്ങളൊക്കെ? കാരണം ഇപ്പോഴും വാടക വീട്ടില്, വാടക സ്ഥലത്ത് കൂടുന്ന വലിയ സഭകളുണ്ട്. കാൽവറി ബൈബിൾ ഫെലോഷിപ്പ്, അവർ റെന്റഡ് റൂമിലാണ് കൂടുന്നത്. ഗ്രേസ് ബൈബിൾ ഫെലോഷിപ്പ് ഒരു റെന്റഡ് ഹാളിലാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. അവർക്കത് മതി. അവർക്ക് പിന്നെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അതിനെക്കുറിച്ചില്ല. എന്നാൽ ക്രിസ്തീയ ഗോളത്തിലെ പള്ളികളും ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഹ്യൂജ് 10-15 കോടിയിലൊന്നും ബജറ്റ് വെച്ചിട്ട് പോലും നടക്കാത്ത വിധത്തിലാണ് ആയിരിക്കുന്നത്. നാം ഒരുമിച്ച് കൂടുന്നു, നാം പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ഗോളത്തിൽ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല. അവിടെ ചില ആചാരങ്ങൾ, ധൂപം കാട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. സാഹോദര്യ ബന്ധമാണ് ദൈവത്തിൻ്റെ സഭയിൽ നാം കാണുന്നത്. എന്നാൽ ഈ പറയുന്ന ക്രിസ്തീയ ഗോളത്തിൽ അവിടെ പേരുകളും ടൈറ്റിൽസും ഒഫീഷ്യൽ സ്റ്റാൻഡും എല്ലാം നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മുടെ മധ്യത്തിലും അങ്ങനെയൊക്കെ ചില പ്രിഫിക്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ തന്നെ അങ്ങ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിഫിക്സ് ഉണ്ടോ? ഈ പറയുന്ന EVG എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രിഫിക്സ് ഉണ്ടോ? ഒന്നുമില്ല. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. അതിനപ്പുറമായിട്ട് ഒരു പ്രിഫിക്സുമില്ല. ഓരോ സഭയിലും മൂപ്പന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, സുവിശേഷന്മാരുണ്ട്, ശുശ്രൂഷകരുണ്ട്. അവരൊരുമിച്ച് ചേർന്ന് സഭയെ മുൻപോട്ട് നയിക്കുന്നു. അതാണ് ദൈവവചന പ്രകാരമുള്ള സഭയുടെ ഗവൺമെന്റ്. അപ്പോൾ ഈ ഉപമയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ആ ബൃഹത് വൃക്ഷമായിട്ട് മാറിയത്, ആ അബ്നോർമൽ ഗ്രോത്തിൽ നാം കാണുന്നത് ഈ ലോകത്തിലെ ക്രിസ്തീയ ഗോളമാണ്. ഇവിടെ അപകട സൂചകമായിട്ടൊരു കാര്യം പറയട്ടെ. ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് നമ്മൾ ഇന്ന് പറയുന്നു. നാളെ നമ്മുടെ ഈ ബ്രദറിനും ഒരു ഡിനോമിനേഷൻ ആയിട്ട് മാറുമോ? ഈ ബ്രദറിനും ഇതുപോലെ തന്നെ ഒരു അബ്നോർമൽ ഗ്രോത്ത് ആയിട്ട് ഈ പറയുന്ന അധികാരത്തിന്റെ മോഹത്തിൽ ചിലർ അതിൽ വന്ന് മേളിൽ നിന്ന് മേലധ്യക്ഷനായിട്ട് നിന്ന് ഒരു ഭരിക്കാനായിട്ടൊരു സ്ഥിതി വരുമോ? നമുക്കറിയത്തില്ല. നല്ല സ്ഥലസഭയായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത് ദൈവവചനവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തി
അതുകൊണ്ടാണല്ലോ നമ്മുടെ ഓരോ കാര്യങ്ങളും നോക്കുക. നമ്മുടെ സഭയിൽ ഒരു വൺ മാൻ മിനിസ്ട്രി ആണോ? ഒരു വ്യക്തിയുടെ വ്യക്തി താല്പര്യവും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന വിധത്തിലാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദർ ഈസ് പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ്. ഒരു എൽഡർ അല്ല. ഈ പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഒരു സൂപ്പർ എൽഡർ ഉണ്ടോ? ഇല്ല. ചില സഭകളിൽ അറിയാതെ തന്നെ ചിലർ സൂപ്പർ എൽഡർ ഒക്കെ ആകാനായിട്ട് ശ്രമിക്കും. അത് ദൈവവചന പ്രകാരമല്ല. ദേ ഹാവ് ടു ബി ഓൺ ദ സെയിം സ്റ്റേജ്, ഓൺ ദ സെയിം പ്ലാറ്റ്ഫോം. ഒരുമിച്ച് ഒരുമനപ്പെട്ട് തീരുമാനങ്ങൾ എടുത്ത് സഭയെ നയിക്കുവാൻ വേണ്ടി, ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഉയർത്തിയ പ്രിയപ്പെട്ടവരാണ്. എന്തിനാണ് ഞാൻ അപകട സൂചകം എന്ന് പറയുന്നത്? ഈ പ്രവണതയൊക്കെയാണ് ചിലപ്പോൾ കുറെ കഴിയുമ്പോഴേക്കും മറ്റു വിധത്തിലേക്കുള്ള ഒരു അധികാരത്തിലേക്ക് നയിക്കുവാനും ആ വിധത്തിലുള്ള ഒരു മോഹത്തിലേക്ക് നമ്മൾ നയിക്കുവാനും കാരണമായി തീരുന്നു. അങ്ങനെ സംഭവിക്കരുത്. ഭയപ്പെടേണ്ട ചെറിയ കൂട്ടമേ, ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്. കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ഒരു ക്ലോസ് നെറ്റ് ഓർഗനിസം ബന്ധത്തിൽ തന്നെ നാം ആയിരിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ദൈവത്തെ ഉണ്മയായിട്ട് സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. അതിനിടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. അവിടെ വികാരത്തിന് സ്ഥാനമില്ല. അവിടെ എൻ്റെ സ്വയം എന്ന് പറയുന്ന ആ ഒരു നാമത്തിന് യാതൊരു സ്ഥാനവുമില്ല. കർത്താവ് മാത്രമാണ്, കർത്താവ് മാത്രം. അതില്ലെങ്കിൽ ആത്മീകമായിട്ട് ശുഷ്കിച്ച് മാൽന്യൂട്രിഷൻ സംഭവിച്ച് ഉണങ്ങിപ്പോകുന്നൊരവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയട്ടെ. ദ സ്ക്രിപ്ചർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ലോക്കൽ ചർച്ച്. ദൈവവചനമാണ് ഒരു സ്ഥലസഭയുടെ അടിസ്ഥാനം. ദ ചർച്ച് ഈസ് ദ ഗാർഡിയൻ ഓഫ് ദ സ്ക്രിപ്ചർ. സ്ഥലസഭയാണ് വചനത്തെ കാത്തു സൂക്ഷിക്കുന്ന, അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന ഒരു പടയാളി എന്ന നിലയിൽ ഈ ലോകത്തിലായിരിക്കുന്നത്. ദിസ് ഈസ് ദ ഗ്രേറ്റ് ട്രഷർ ഗോഡ് ഹാസ് ഗിവൺ us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു നിധിയാണ്. ഈ കഴിഞ്ഞ ദിവസം ആസ്റ്റർ മെഡിസിറ്റി, ആസ്റ്റർ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ അഡ്വർടൈസ്മെന്റ്സ് അവരുടെ ബിൽ ബോർഡിൽ എഴുതിയത് ഒരു സ്ഥലത്ത് വായിച്ചു. ചിലർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ശരീരത്തെ കാത്തു സൂക്ഷിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു? അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ആരോഗ്യത്തെ സൂക്ഷിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു? അടുത്തൊരു ബിൽ ബോർഡിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 100 ബെഡ് ചേർത്തത് നിങ്ങൾ ആരോഗ്യം സൂക്ഷിക്കാത്തതുകൊണ്ട്. മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു വലിയ ബിൽ ബോർഡിലാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ 100 ബെഡ് ഇപ്പോൾ ആഡ് ചെയ്തത് നിങ്ങൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കാത്തതുകൊണ്ട്. ആത്മീയ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് സത്യമല്ലേ? വചനവുമായിട്ട് ബന്ധമില്ലാതെ ദൈവമായിട്ട് ദൂരെ ചെന്ന് നാം ഈ പറയുന്ന ലോകപരമായിട്ട് കാണുന്ന ക്രിസ്തീയ ഗോളത്തിൽ അധികാരവും ആ ഭാഷയിൽ സംസാരിക്കുന്നത് ദൈവദൃഷ്ടിയിൽ സുഗ്രാഹ്യമാകുമോ? ഇല്ല. ചെറിയൊരു കടുകുമണി വലിയൊരു വൃക്ഷമായി തീർന്നു. ക്രിസ്തീയ ഗോളം അതല്ല നമ്മൾ. അതുകൊണ്ടാണ് ആ ഉപമ പരസ്യമായിട്ട് മാത്രമേ കർത്താവ് പങ്കുവെച്ചുള്ളൂ. ഈ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഒരു ദിവസം മുൻപോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നലെ ആഷ് വെഡ്നസ്ഡേ ആയിരുന്നു. അറിയാമോ ആഷ് വെഡ്നസ്ഡേ? അതിന് മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. ആഷ് വെഡ്നസ്ഡേ ഈ പറയുന്ന ക്രിസ്തീയ ഗോളം അവരുടെ നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ്. ഇനി നോമ്പ് ഈസ്റ്റർ വരയ്ക്കും കണ്ടിന്യൂ ചെയ്യും. ദ ലെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഈ ആഷ് വെഡ്നസ്ഡേ ആ ബുധനാഴ്ച മുതലാണ്. ഇതൊക്കെ ആചാരമായിട്ട് അവരുടെ മധ്യത്തിലുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിവ് ഉള്ളത് നല്ലതായിരിക്കും. നമ്മളതൊന്നും ആചരിക്കുന്ന വ്യക്തികളല്ല. തിരുവചന പ്രകാരമുള്ള ഈ വിശ്വാസത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. അത് മുറുകെ പിടിച്ചുകൊണ്ട് ലെറ്റ് us be the guardian of the scripture. ആ വിധത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.